എന്താ വന്നത്? ഒരു സങ്കടം ഉണർത്തിക്കാനുണ്ടേ. എന്താ? കാണിച്ചോലയിൽ ഓർമ്മ വെച്ച കാലം മുതൽ കൃഷി ഇറക്കുന്നത് അടിയനാണേ. അതിനിപ്പോഴെന്ത് പറ്റി? ആ ചുടലെ ആണ്ടി അടിയന് വെട്ടാനും കുത്താനും ഒക്കെ വരുന്നു. അവന്റെ സ്ഥലം നീ കയ്യേറിയതാണല്ലോ അവൻ പറയുന്നത്. അത് കള്ളമാണേ. ഞാൻ അന്വേഷിക്കാം. പുതിയ എസ്റ്റേറ്റിലെ റബ്ബർ വെട്ടാറായോടാ? ആയേ. സുകുമാരനോ? ഇരിക്കെ. നിങ്ങൾ വടക്കുപുറത്ത് പോയി വല്ലതും കഴിച്ചിട്ട് പോകും. ഞാൻ വൈകുന്നേരം എസ്റ്റേറ്റിലേക്ക് വരാം. ഓ. എന്റെ മോളുടെ കാര്യം വല്ലതും അറിഞ്ഞോ? ഇല്ല, തിരക്കുന്നുണ്ട്. പിന്നെന്താ വന്നത്? ചുണ്ടൻകുന്നിൽ ഒരു കൊല നടന്നിരിക്കുന്നു. കൊലയോ? ആരെ? കുറച്ചു നാളായി അവിടെ ഒരു കിഴവനും മകളും താമസിച്ചിരുന്നു. ഇന്നലെ രാത്രി ആരോ ചിലർ ആ കിഴവനെ കൊന്നിട്ട് ആ പെണ്ണിനെ കടത്തിക്കൊണ്ടുപോയി. ഇങ്ങനെ പോയാ എവിടെ ചെന്ന് അവസാനിക്കും? ശവം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചോ? ശവം കിട്ടിയില്ല സാർ. കിട്ടിയില്ലേ? പിന്നെങ്ങനെ അവിടെ കൊല നടന്നു പറഞ്ഞു? ഇന്ന് രാവിലെ എനിക്കൊരു ഫോൺ വന്നു. അതനുസരിച്ച് ഞാനും പാർട്ടിയുമായി അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അക്രമവും കൊലയും നടന്നതായ എല്ലാ സൂചനകളും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ഡെഡ് ബോഡി മാത്രം കിട്ടിയില്ല സാർ. ആരാണ് ഫോൺ ചെയ്തത്? അതും അറിയില്ല. ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, സർക്കാരിന് തന്നെ അപമാനമാണെന്ന കാര്യം ഓർമ്മ വേണം. കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ എന്നാൽ കഴിവുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരാം. പോകാം. എനിക്ക് നല്ല സുഖമില്ല സാർ, പഠിക്കുന്നുണ്ട്. ഓഹോ, എന്നാ താൻ റെസ്റ്റ് എടുത്തോളൂ, താൻ വരണ്ട. എടോ മല്ലൻ. I am always ready, sir. ഒന്ന് വേഗം പാടോ. എടോ, തന്റെ ഈ വരവ് കണ്ടാൽ സിംഹത്തെ വേട്ടയാടാൻ പോകുന്ന പോക്കാണെന്ന് തോന്നുന്നല്ലോ. കഷ്ടകാലം പിടിച്ച ഒരു സിംഹം നമ്മുടെ മുമ്പിൽ വന്ന് ചാടും. തട്ടാതിരിക്കാൻ ഒക്കൂ, സർ. ഈ ഹെഡ്ലൈറ്റ് പകൽ ആരും ഉപയോഗിക്കാറില്ല. കാട്ടിനുള്ളിൽ ഭയങ്കര ഡാർക്കാണ്, സർ. കേറോ ജീപ്പിൽ. ഒന്നിനെയും കാണുന്നില്ലല്ലോ. സാർ, ഒരു കരിങ്കുരങ്ങ്. വെള്ളക്കുരങ്ങനെ നോക്കിയതായിരിക്കും. സാറിനെ അല്ല നോക്കിയത്, എന്നെയാ. വെയിറ്റ് ബേർഡ്സ്. കുറച്ച് വെള്ളം കൊണ്ട്. ഫ്ലാസ്കിൽ പാലുണ്ട്, സാർ. കുടിക്കാനല്ലടോ, റേഡിയേറ്റർ ഒഴിക്കാനാ. അട്ടിനെടുത്തോളൂ. കാട്ടിൽ എവിടെ നിന്നാണോ ഞാൻ വെള്ളം തപ്പാൻ. പിന്നെവിടെ? അറൊറ്റയ്ക്കേ ഉള്ളൂ. കാത്തുരക്ഷിക്കണമേ. എന്തെങ്കിലും സഹായം വേണോ? വേണ്ട, താങ്ക്സ്. ഓക്കെ. ആരാ? ആ കാറിൽ പോയ ആൾ സാറിനോട് എന്താ ചോദിച്ചത്? എന്തെങ്കിലും സഹായം വേണമോ എന്ന് ചോദിച്ചു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എന്താ? നന്നായി.
കാട്ടുകടലാണ് സാറേ അയാൾ. അയ്യോ സാറേ, എന്നെ വിട്ടേച്ച് പോയോ? ഇവിടെ തോക്കുകളുണ്ട്, ആ വന്യമൃഗങ്ങൾ വെച്ച് ഇവിടെ വന്യമൃഗങ്ങളുണ്ട്. ആ തോക്കെങ്കിലും തന്നിട്ട് പോണേ സാറേ. സാറേ, അയ്യോ സാറേ, ദൈവമേ. ഞാൻ അയാളെ കണ്ടു. അയാളിവിടെ വന്നിട്ടുണ്ട്. നേർക്ക് നേരെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ഇത്രയും കാലം ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവന്റെ കുടല് ഞാൻ എടുക്കും. ധൃതി പിടിച്ചാൽ രക്ഷപ്പെടും. നീ പോലീസിന്റെ പിടിയിൽ ആപ്പെടുകയും ചെയ്യും. ഇനിയും ഞാൻ ക്ഷമിക്കുന്നു. ക്ഷമിക്കണം. എനിക്കത് സാധ്യമല്ല. ഞാൻ പറയുന്നത് അനുസരിക്കാൻ തയ്യാറില്ലെങ്കിൽ നിന്റെ ഇഷ്ടം പോലെയാണ്. പിന്നെ എന്റെ യാതൊരുവിധ സഹായം ഉണ്ടാവില്ല. സമ്മതമാണോ? ഞാൻ എന്ത് വേണമെന്ന് പറയൂ. പറയാം, വരൂ. ഒരുപാട് നടന്നു. സാർ, മുയൽ സാർ, മുയൽ മുയൽ സാർ. അതിനെ വിട്ട് അതിനെ പിടിച്ചിട്ട് വേണ്ടേ വിടാൻ? നീ രക്ഷപ്പെട്ട് വെക്കും. നമ്മളല്ലാതെ വേറെ വന്യമൃഗങ്ങളൊന്നും ഇല്ലല്ലോ സാർ. സാർ, മലയണ്ണാൻ മലയണ്ണാൻ. പാവം മിണ്ടാപ്രാണി, അതിന്റെ പാട്ടിന് പോട്ടെ. മിണ്ടാ പ്രാണി. അപ്പൊ സാർ മിണ്ടുന്ന പ്രാണികളെ വെടിവെക്കൂ. എങ്കിൽ തന്നെ ആദ്യം ഞാൻ വെടിവെക്കുമായിരുന്നു. എന്നിട്ട് സാറ് തന്നെത്താൻ വെടിവെക്കുമായിരുന്നു. തനിക്ക് ബുദ്ധിയുണ്ടല്ലോ. സാറിന്റെ കൂടെ ഇല്ലേ സഹവാസം? പോയി അണ്ണാൻ. അയ്യോ. സാർ, സാർ, കരടി സാർ, കരടി സാർ, കരടി. എന്തോ ഇങ്ങനെയുണ്ട് ഒരു മഠേൻ. അയാള് കാട്ടുജാതിക്കാരനല്ലേ സാർ? നമ്മുടെ ബുദ്ധി അയാൾക്ക് കാണോ? ഓ അത് കേട്ടോ? നല്ല പാട്ട്. അല്ല സർ, അത് യക്ഷഗാനമാ. സിനിമയോ? അല്ല, യക്ഷിയുടെ ഭർത്താവ് യക്ഷം പാടുന്ന പാട്ടാ. അയാള് നട്ടുച്ചയ്ക്കേ പാടൂ.